ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അടിപൊളി കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഒരു കേക്ക് ഡെക്കറേഷൻ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഞാൻ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലിന് റെഡിയാക്കിയ കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എഗ്ലെസ് കേക്കാണ്, പിസ്ത ഫ്ലേവറിലുള്ള എഗ്ലെസ് കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്പഞ്ച് റെഡിയാക്കുന്ന വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് ലെങ്തി ആയിപ്പോവും. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസിൽ എഗ്ലെസ് കേക്ക് റെഡിയാക്കുന്നത് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് 3 ലെയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഐസിങ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിലോട്ട് ഒരല്പം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ആദ്യം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ നന്നായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയറിലും ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വയ്ക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഐസിങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഒരു ഡ്രോപ്പ് പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് പർപ്പിൾ കളറിലാണ് സെക്കൻഡ് ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഐസിങ് ഒന്ന് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ച് ഒന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഒരു സർക്കിൾ പോലത്തെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് കേക്കിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ലൈനായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഡിസൈൻ ഗോൾഡൻ ഡ്രിപ്പാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഗോൾഡൻ ഡ്രിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ചുറ്റും ഇതേപോലെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഭംഗിയാണ് നമ്മളുടെ കേക്ക് കാണാൻ. ഇതേപോലെ പർപ്പിൾ കളറിൽ ഗോൾഡൻ കളർ വരുമ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഒരു ലുക്ക് വരും നമ്മളുടെ കേക്കിന്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഗോൾഡൻ ഡ്രിപ്സിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നോസിൽ വർക്ക് ചെയ്യാം. ഞാനിവിടെ റോസറ്റിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പിട്ട് കുറച്ച് ഫ്ലവർ ഒന്ന് മുകളിൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതേ നോസിൽ വെച്ച് തന്നെ താഴത്തെ ബോർഡറിലും സ്റ്റാർ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നോസിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ആ ഗ്യാപ്പുള്ള ഭാഗത്ത് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഗ്യാപ്പുള്ള എല്ലാ ഭാഗത്തും ഇതേപോലെ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് കുറച്ചും കൂടെ നല്ല ഒരു ലുക്കായി കിട്ടും. ഇനി ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡൻ ഡ്രിപ്സിൽ കുറച്ച് ഷുഗർ ബീറ്റ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളുടെ സിമ്പിൾ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡെക്കറേഷൻ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ലുക്കായിട്ട് സിമ്പിൾ ഒരു ഡിസൈനാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.